അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനാചരണം ഇന്ന് എല്ലായിടത്തും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ ഇന്ന് ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അതിനെ നേരിടുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ നമുക്കുണ്ടായി മതിയാകും. നമ്മുടെ ലോകം വളരെയേറെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുരോഗതി നേടി വളരെയധികം നമ്മൾ മുന്നോട്ട് പോകുന്നു. അതനുസരിച്ചുള്ള അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനം, അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, ഇതെല്ലാം നമുക്ക് ഉണ്ടായേ മതിയാകും. അതല്ലെങ്കിൽ പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യസാധ്യമായ സംവിധാനങ്ങൾ അത് നമുക്ക് ഉണ്ടായേ മതിയാകും. അതിന് പുതിയ സാമഗ്രികളും പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള സ്ഥിതിയും നമുക്ക് ഉണ്ടാകണം. ഇപ്പം നമുക്ക് ഏത് ആവശ്യം വന്നാലും നമ്മൾ മിലിറ്ററിയെ വിളിക്കുന്ന, നേവിയെ വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. റവന്യൂ വകുപ്പിന് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനുള്ള ദുരന്ത നിവാരണ സംവിധാനം ഉണ്ട്. ആ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണം, കൂടുതൽ സജീവമാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇതിന് ഉള്ളവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിന്, അതും ഇതിന് ഈ എക്യുപ്മെൻസിനെ പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന സംഗതിയാണ്. അപകട സാഹചര്യങ്ങളിൽ ഇടപെട്ട് രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്. നമുക്ക് ഒരു 30 കൊല്ലത്തിന് മുമ്പൊക്കെ ഈ ഫ്ലാറ്റുകളൊന്നും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഫ്ലാറ്റുകളാണ്. നഗരങ്ങൾ മാത്രമല്ല, ഗ്രാമങ്ങളിലേക്ക് പോലും ഫ്ലാറ്റുകൾ വരിക. അപ്പം അവിടെയൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങൾ, അത് ആ അവസരത്തിൽ സ്വീകരിക്കേണ്ട ബുദ്ധിമുട്ടേറിയ അപകടകരമായ സഹായ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു വശത്ത് എക്യുപ്മെൻറ്റ്സ് വേണം, മറുവശത്ത് അതിനുള്ള ട്രെയിനിങ് വേണം. നമ്മുടെ ദുരന്ത നിവാരണ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ട്രെയിനിങ് ഉള്ളവരെ നമ്മുടെ വിവിധ മേഖലകളിൽ, അത് അഗ്നിശമന വകുപ്പുണ്ട്, പോലീസുണ്ട്, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേ മതിയാകും.